ഓരോ ഗ്രൂപ്പുകാരും ഒന്ന് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മനസ്സിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ? അതായത് ഒന്നാമത്തെ ചിത്രത്തിൽ വീൽചെയറിന്റെ സഹായത്തോടെ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക പരിഗണന എന്താണ്? ഇത്തരം പരിഗണന പറഞ്ഞു. വീൽചെയറിലിരിക്കുന്ന കുട്ടിക്ക് ഫോണോ വിദ്യാലയത്തിലെ സൗകര്യത്തിനായിട്ട് ടെലിഫോൺ കൊണ്ട് താഴ്ത്തിയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇത്തരം പരിഗണന സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്തായിരിക്കും? എല്ലാവരെയും ചേർത്ത് നിർത്തണം. ഇനി സെക്കൻഡ് ഗ്രൂപ്പുകാര് ഈ ചിത്രത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ഒന്ന് പറയാമോ? ആ രീതിയിൽ പ്രത്യേക പരിഗണനയാണ് അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ആശയം. യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗിന്റെ ആശയം ഇത് തന്നെ. ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം വീൽചെയറിൽ ഇരിക്കുന്ന കുട്ടിക്ക് ഒരു പ്രത്യേക പരിഗണന അവിടെ കൊടുത്തിരിക്കുന്നു. അത് ആ കുട്ടിക്ക് ഫീൽ ആകുന്നുണ്ട് അല്ലെ? പക്ഷെ രണ്ടാമത്തെ ചിത്രത്തിൽ ഒരേ പരിഗണനയാണ് കൊടുത്തിരിക്കുന്ന ഒരു ഫീലാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം കൂടുതൽ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മോഡലാണ് അവിടെ ഉണ്ടാവുക. അതാണ് ഇതിന്റെ ഒരു ആശയം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് എത്തുവാണെങ്കിൽ ഇവിടെ പറയുന്നത്, അപ്പം പരിഗണനയുടെ കാര്യത്തിൽ രണ്ടാമത്തെ ചിത്രത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത് ചോദിച്ചാൽ അവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയം അവിടെയുണ്ട്. ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ 40 പേർക്കായി ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെന്ന് കരുതുക. പരിപാടിയുടെ ഭാഗമായി രാവിലെ 8 മണിക്ക് ചായ അല്ലെങ്കിൽ കാപ്പി, പ്രഭാത ഭക്ഷണവും നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ സമയത്ത് തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ താല്പര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ച് കട്ടൻ ചായ വേണ്ടവർ 2 പേർ, പാലൊഴിച്ചുള്ള മധുരമുള്ള ചായ വേണ്ടവർ 26 പേർ, പാലൊഴിച്ചുള്ള മധുരമില്ലാത്ത ചായ വേണ്ടവർ 4 പേർ, പാലൊഴിച്ച കാപ്പി വേണ്ടവർ 5 പേർ, ചൂടുവെള്ളം വേണ്ടവർ 3 പേർ, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ 12 പേര്, നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ 28 പേര്. പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ താല്പര്യങ്ങൾ വളരെയേറെ മാനിക്കുന്ന സംഘാടകനാണ് നിങ്ങൾ ഓരോരുത്തരും സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോവുക. ഒന്നാമത്തെ സാധ്യത നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി വളരെ വ്യത്യസ്തമായ പ്രൈസസ് ഓരോരുത്തരും ആ രീതിയിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പറ്റുന്നത് അസൈൻമെന്റ്, ചാർട്ട്, അതോടൊപ്പം തന്നെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ എല്ലാ ടോപ്പിക്കും പറ്റിയില്ല, ചില ടോപ്പിക്കിനാണ് നമുക്ക് കടത്തിവിടാനായിട്ട് സാധിക്കും. പിന്നെ ചില ഡിബേറ്റ് പോലെ ഉള്ള കാര്യം കൊണ്ടുവരികയാണെങ്കിൽ ആ എക്സ്പ്രഷൻ ഇപ്പൊ ചൂടേറിയ ഒരു ചർച്ച, ചൂടേറിയ രീതിയിലുള്ള ഡിബേറ്റ് നടത്തുകയാണെങ്കിൽ പിള്ളേരുടെ ആ ഒരു അതിലേക്ക് ആ ടോപ്പിക്കിലേക്ക് ഭയങ്കരമായിട്ട് കടന്നു വരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇനിയിപ്പോ നിങ്ങളുടെ ട്രെയിനിങ് തന്നതിന് ശേഷം അവതരിപ്പിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ചുമ്മാ കയറിയാണല്ലാതെ ഇവിടെ ഇപ്പം ഈ കാര്യങ്ങളോടൊന്നും ഇപ്പോഴത്തെ ഇത് 3 വർഷമായിട്ട് കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ ട്രെയിനിങ്ങിന് ശേഷം 2004 ശേഷം അന്നത്തെ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫീൽഡ് ട്രിപ്പ്, അന്ന് ചങ്ങനാശ്ശേരിയിൽ നടന്നതിനുള്ള ഫീൽഡ് ട്രിപ്പ് എല്ലാവരും കൂടെ കടകളിൽ പോയതോടെ എല്ലാവരും ഗ്രൂപ്പ് തിരിച്ച് അത് കുട്ടികളുടെ പിന്നെ ഷോപ്പിൽ ചെന്നിട്ട് ഇന്റർവ്യൂ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡിറ്റർമിനൻസോ ഡിമാൻഡിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആ ഡിറ്റർമിനൻസ് അല്ല, 10-15 കണക്കിന് ഡിറ്റർമിനൻസ് ഉണ്ടായിരുന്ന കുട്ടികളെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നല്ലോണം പറഞ്ഞു വിടുകയാണെങ്കിൽ ഞങ്ങൾ ഇത് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് ഉപയോഗിക്കാം. പിന്നെ പറഞ്ഞ സാധ്യതകൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ രീതിയിൽ. ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ അതായത് ഏതൊക്കെ രീതിയിലുള്ള റെപ്രസെന്റേഷൻ, എക്സ്പ്രഷൻ, എൻഗേജ്മെന്റ് സാധനങ്ങളാണ് നിലവിലെ ക്ലാസ് മുറികളിൽ നാം ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ എന്തെങ്കിലും അഭിപ്രായം
ചാർട്ട് പ്രൊഡക്ഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെയൊക്കെ ചെയ്യാൻ മതി. ഈ ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് പ്രധാനമായും പവർപോയിന്റ് പ്രസന്റേഷൻ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കുട്ടികളുടെ ഓർമ്മയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെ ഗ്രാഫിക്സ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഓർമ്മയിൽ നിലനിർത്താൻ കൂടുതൽ സഹായിക്കും. അപ്പൊ ഇനി അടുത്തത് UDF കാഴ്ചപ്പാട് പരിഗണിക്കുമ്പോൾ ക്ലാസ്സിൽ പ്രയോഗത്തിൽ വരുത്താവുന്ന റെപ്രസെന്റേഷൻ എക്സ്പ്രഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഈ കണ്ട സാധ്യതകൾ ഇവിടെ നമ്മൾ പക്ഷെ അവൻ 3 വിഷയത്തിൽ 24 മാർക്ക് മേടിച്ചു, ബാക്കി വിഷയം തോറ്റു. പക്ഷെ അവന് ഭയങ്കര സങ്കടം. ബാക്കിയുള്ള 3 വിഷയത്തിൽ അവൻ ആരും ക്ലാസ്സിലില്ല. അപ്പൊ അവൻ ആ വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറി വിഭാഗത്തിൽ ഇത് പഠിക്കാനാണ് അത്ര പ്രശ്നം ഉണ്ടാവുകയെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ UDF എന്ന് പറയുമ്പോൾ എല്ലാവരും ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തി പോകുന്നതാണ്. ശരിക്കും ഭിന്നശേഷിക്കാരനായ ആ വിദ്യാർത്ഥിയെ അവർ ബാക്കി പിള്ളേരുടെ കൂടെ ഇരുന്നോ പിന്നെ മോശക്കാരനായി പോയോ എന്ന് തോന്നൽ ശരിക്കും ഉണ്ടായിരിക്കും. അതേസമയം അവരുടെ പ്രത്യേക കാറ്റഗറിയിലേക്കാണ് ആ പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവുകയാണ്. പിന്നെ അവരുടെ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഒരു 50 പേര് ഇരിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സാധ്യമല്ല. അവന് സ്പെഷ്യലായിട്ട് കെയർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി എക്സ്ട്രാ കൊടുക്കാനല്ലാതെ ഓരോ ടോപ്പിക്ക് അവനെ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കാതെ അപ്രായോഗികമാണ്. അവനെ ഇപ്പൊ ആനയെ കുറിച്ച് പഠിപ്പിക്കണം, അവനെ ഒരിക്കലും ആനയെ കൊണ്ട് നിർത്തി പഠിപ്പിച്ചാലേ അവന് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഈ എല്ലാ 50 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ ഒരിക്കലും പ്രായോഗികമല്ല എന്നാണ് എന്റെ ഒരു ചിന്താഗതി. അപ്പൊ ഒന്നെങ്കിൽ പ്രത്യേകം അവർക്ക് വേണ്ടി തന്നെ അല്ലാതെ പിള്ളേരുടെ എണ്ണം കുറയ്ക്കണം അല്ലെ? എണ്ണം കുറയ്ക്കണം. ആ അതൊരു യൂട്ടോപ്യൻ ആശയമാണെന്നാണ് പറഞ്ഞു വരുന്ന കാര്യം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞു വരുന്ന രീതി ഇവിടെ തീം എന്താണെന്നറിയോ? തീം പറയുന്നത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ചിത്രം കണ്ടല്ലോ, ആ ഒരു ഫീലിങ്സിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു മോഡ്യൂൾ. ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയാൽ അവന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല അവനെ കുട്ടികളെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, മറികടക്കാനുള്ള ഒരു മാർഗം പിള്ളേരുടെ എണ്ണം അല്ലെ ഷോർട്ടൺ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സാർ പറഞ്ഞ ഒരു പരിഹാര മാർഗം, നമ്പർ കുറയ്ക്കുക എന്നുള്ളത്. ഇനി വിദ്യാഭ്യാസ രംഗത്തെ നൂതനമായ ഇതിന്റെ എല്ലാം ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തെ നൂതനമായ കാഴ്ചപ്പാടാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്. വിവേചനരഹിതമായ അവസരങ്ങളാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗിന്റെ അന്തസ്സത. ആശയങ്ങൾ സ്വീകരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും ഓരോ കുട്ടിക്കും സ്വീകാര്യമായ അവസരങ്ങൾ ഉണ്ടാകുന്ന ക്ലാസ് പ്രക്രിയയാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് സാധ്യമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് സ്വന്തം ക്ലാസ്സിലെ ഓരോ കുട്ടിയും വ്യത്യസ്തരായ